നമസ്കാരം. ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരികമായ മണ്ഡലങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയവരാണ് ക്രൈസ്തവ സമൂഹം. ഭക്ഷണത്തിലാകട്ടെ, ആചാരങ്ങളിലാകട്ടെ, കലകളിലാകട്ടെ, ജീവിത രീതികളിലാകട്ടെ കേരളത്തിലെ സമൂഹത്തിന് മുഴുവൻ വഴികാട്ടിയവരാണ് ക്രൈസ്തവ സമൂഹം. എന്നാൽ ക്രൈസ്തവ സമൂഹം അവർക്ക് ലഭിച്ച പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും വേണ്ട വിധം അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുമുണ്ടോ? പുതിയ ട്രെൻഡുകൾക്കും ഫാഷനും ഒക്കെ അപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ പൈതൃകങ്ങളിൽ നമ്മൾ ഓടി അകന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാണ്? മറ്റേതെങ്കിലും സമൂഹം ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും കൈവശമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആരാണ് അതിന് ഉത്തരവാദി? ദ ഫയർ റൂം ചർച്ച ചെയ്യുന്നു. കൂടെയുള്ളത് ഫാദർ സെബിൻ, ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ. രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു പക്ഷെ അച്ഛനെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ടൊക്കെ നമ്മൾ ഇതൊരു വൈദികരെ മാത്രം ഗ്രീറ്റ് ചെയ്യുന്ന ഒരു കാലമായിരുന്നില്ല. നമ്മൾ ഒരു ആളെ കാണുമ്പോൾ നമ്മൾ പരസ്പരം സ്തുതി കൊടുക്കുന്ന ഒരു പൈതൃകം നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ആ പൈതൃകം മാറി അച്ഛനെന്ന് അറിയാം, അച്ഛന്മാരെ കാണുമ്പോൾ തന്നെ കുറച്ചൊരു വിഭാഗം ആൾക്കാരായിരിക്കും സ്തുതി കൊടുക്കുക. സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ സ്തുതി കൊടുക്കുക എന്നൊക്കെ നമ്മൾ വീട്ടുകാരൊക്കെ പറയുന്നതിന്റെ വെളിച്ചത്തിൽ കുറച്ചു പേരൊക്കെ ചെയ്യുമായിരിക്കും. എന്നാലും ഒരു കുറച്ച് വൈദികരെ മാത്രം നമ്മൾ സ്തുതി കൊല്ലുന്നൊരു കാലം നമ്മൾ പോയിരുന്നു. ഞാനങ്ങനെ ഓർക്കുകയായിരുന്നു, ഇങ്ങനെ നമുക്ക് ഒരു കാലത്ത് നമ്മുടെ ഐഡന്റിറ്റിയായി പൊതുസമൂഹത്തിന് മുമ്പിൽ പോലും നമ്മുടെ ഐഡന്റിറ്റിയായി മാറിയിരുന്ന ചില സൂചകങ്ങളാണ് ഈ പറയുന്ന ഗ്രീറ്റിംഗ്സ് എന്ന് നമ്മൾ പറയാം, അല്ലെ? ഇത്തരം ഗ്രീറ്റിംഗ്സിന് അപ്പുറത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. എന്താണ് അച്ഛൻ്റെ ഒരു ടേക്ക് ഇതിനകത്ത്? ഞാൻ പറയുന്ന ഉത്തരം കേൾക്കുമ്പോൾ ഒരുപക്ഷെ പലരും അതിൻ്റെ നേരെ നെറ്റി ചുളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം അപ്രിയ സത്യങ്ങൾ അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് പൊളിറ്റിക്കലി കറക്റ്റ് എന്ന ഒരു ചിന്താധാര നമുക്കിടയിൽ ശക്തമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. അതിന്റെ ഫലമായിട്ടൊരു പക്ഷേ കർത്താവ് ഈശോ മിശിഹാ ഏക രക്ഷകനാണ് എന്ന് പോലും ഇനി അങ്ങോട്ടേക്ക് ധൈര്യത്തോടു കൂടി ക്രൈസ്തവ നാമധാരികൾ പറയാതിരിക്കുന്ന ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് പോകാൻ പോകുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനത് പറയുന്നതിന് കാരണം, ഒരു 4 വർഷം മുമ്പാണ് താമരശ്ശേരി രൂപതയിലെ KCYM യുവജനങ്ങൾ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഞങ്ങളുടെ മെൽവിൻ വെള്ളക്കാക്കുടിയിൽ അച്ഛൻ ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം പിള്ളേർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ക്രിസ്ത്യൻ കുട്ടികൾ പോലും ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം എന്ന് പറയുന്നു. നേരാണ്. അതൊരു മറ്റൊരു കമ്മ്യൂണിറ്റി ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം സംസാര ഭാഷ, അവരുടെ രീതികളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിന് ഒരു മറുവശം, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അയ്യോ എന്ന് പറഞ്ഞാൽ അപ്പൊ വല്യച്ചാച്ചൻ എടാ അങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരു ഇത്. രണ്ടാമത്തെ കാര്യം, തുമ്മുമ്പോ ഈശോ എന്ന് പറഞ്ഞ് നമ്മൾ തുമ്മിയിരുന്നു. അപ്പോ ഇതൊക്കെ നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പിള്ളേരോട് പറഞ്ഞു, വെച്ചാൽ നമ്മളുടെ സംസ്കാരത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. അതിനെന്താണ് വഴി? പിള്ളേർ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മളുടെ പൂർവികർ നമുക്ക് പകർന്നു നൽകിയ ഒരു അഭിസംബോധന രീതിയുണ്ട്, അതാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് തിരികെ കൊണ്ടുവരണം. അങ്ങനെ ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന അഭിസംബോധന രീതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ചെയ്തു. അത് കേരളത്തിലെ എല്ലാ സോഷ്യൽ മീഡിയയിൽ അത് വളരെ വൈറലായ ഒരു സംഭവം. അതിൽ KCYM താമരശ്ശേരി രൂപത അന്ന് എടുത്ത ഒരു തീരുമാനമാണ്, ഏത് ഒരു യോഗമോ ഒരു പ്രസംഗമോ ആരംഭിക്കുമ്പോഴും KCYM അംഗങ്ങൾ, താമരശ്ശേരിയിലെ KCYM-കാർ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഗംഭീരമായ കാര്യം. ഞാൻ അതിനെ തുടർന്ന് ഞാൻ ചെയ്തൊരു കാര്യം എനിക്ക് വളരെ ഗുണകരമായിട്ട് തോന്നി. ഞാൻ അതിൽ ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു അച്ഛനായിട്ട് ഞാൻ അതുകൊണ്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ മാക്സിമം ഹലോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ എനിക്ക് ഗുണം കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കാനൊക്കെ ആരെങ്കിലും വിളിച്ചാൽ പോലും ആദ്യം ഒരു കർത്താവിനെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കേൾക്കുമ്പോൾ മറ്റേ ചേട്ടൻ ഒരല്പം സാരമില്ല, അതാണ്. ഇതൊരു തമാശ രൂപേണയാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതിന്റെ ഡെപ്ത് വലുതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോ ഞാൻ ഈ കോഴിക്കോട് ഭാഗത്തൂടെയൊക്കെ പോകുമ്പോ ഒരിക്കലും ആരും തന്നെ കാര്യമായിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്നും പറയാറില്ല. പക്ഷെ ഞാൻ ഈ ചങ്ങനാശ്ശേരി സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ
ഒരു ദിവസം ഞാൻ ഒരു കാറിലിരിക്കുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ, ഞാൻ ലോ ആയിട്ടാണ് ഇരിക്കുന്നത്, ചേട്ടൻ കൈ കൂപ്പിയിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ സ്തുതിയായിരിക്കട്ടെ കേൾക്കാമായിരുന്നു. അതൊരു ക്രിസ്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ്. അതായത് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഇടങ്ങളിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു അഭിസംബോധന രീതി വളരെ കൃത്യമായിട്ട് നടക്കും. ഞാൻ എൻ്റെ പള്ളിയിലും ഞാൻ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പറയാറുണ്ട്, നമ്മൾ പരസ്പരം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അഭിസംബോധന ചെയ്യണം. അതിലൊരു വലിയൊരു ആഴമേറിയ ഒരു ആത്മീയ അർത്ഥമുണ്ട്, ഒരു ദൈവശാസ്ത്രം ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് മാമോദീസായിലൂടെ കർത്താവ് ഈശോ മിശിഹായുടെ മൗതിക ശരീരത്തിൽ അംഗങ്ങളായവരാണ് നമ്മൾ. അപ്പൊ ഞാനൊരു ക്രിസ്തുവാണ്, ഞാനാകുന്ന ക്രിസ്തു മാമോദീസ സ്വീകരിച്ച മറ്റൊരു ക്രിസ്തുവിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മറുപടിയായിട്ട് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ, വളരെ ആധികാരികതയോട് പറയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, നിനക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പോ നമ്മളുടെ ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റിയെ, കൂട്ടായ്മയെ, ആ എന്താണ് ഒരു കൂട്ടായ്മ ബോധത്തെയൊക്കെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുന്ന ഒരു അഭിസംബോധന രീതിയാണ് ഇത്. വിശ്വാസത്തെ ഏറ്റുപറയുകയാണ്, നമ്മൾ വിശ്വാസത്തെ ഏറ്റുപറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ധൈര്യത്തോടു കൂടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണം. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. KCIM എൻ്റെ ഒരു യൂത്ത്, അവന് കഴിഞ്ഞ വർഷം അഭിലാഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്കൂളിൽ അവന് ജോലി ചെയ്യുന്നുണ്ട്. ഒരു സ്കൂളിൻ്റെ ഒരു പൊതു ആനിവേഴ്സറി മീറ്റിങ്ങിൽ ഈ അഭിലാഷ് പ്രസംഗം ആരംഭിച്ചത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ്. അവ തലേന്ന് അഭിലാഷ് എന്നെ ഒന്ന് വിളിച്ചു, വച്ചാൽ എനിക്കൊരു വലിയ ആഗ്രഹം, എനിക്ക് ഈശോയെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണം. അപ്പോൾ അഭിലാഷ്, ഞാനത് മറ്റു മതസ്ഥരൊക്കെ ഉള്ള സ്ഥലത്താണ് ഞാനത് പറയുന്നത്. ഞാൻ അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷേ അതിനെന്തിനാ ഭയപ്പെടുന്നത്? നമ്മളൊരു ന്യൂനപക്ഷ സമൂഹത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ് നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാനുള്ള അവകാശം. അത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിനക്ക് അവകാശമുണ്ട്. രണ്ട്, നീ ജോലി ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനത്തിലാണ്. എന്തുകൊണ്ട് നിനക്കത് ചെയ്തുകൂടാ? നീ ചെയ്ത് കാണിക്ക്, അത് മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായിട്ട് തീരും. വളരെ ധൈര്യപൂർവ്വം അത് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം നൽകി കഴിഞ്ഞാൽ, എനിക്ക് മുതിർന്ന തലമുറയേക്കാൾ ഇനിയുള്ള യുവത്വം, കുട്ടികൾ, അവരിലേക്ക് നമ്മളുടെ ക്രിസ്തീയതയുടെ ഒരു കൾച്ചറിനെ ഇൻസിമിനേറ്റ് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ റിസൾട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും. ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ട്രെയിനിങ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ പള്ളിയിൽ കാണുമ്പോൾ അല്ലേ, നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പൊതുസ്ഥലത്ത് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു ആദ്യ പരിശീലനം എന്ന നിലയിൽ നമുക്ക് നമ്മുടെ കൂട്ടായ്മ പ്രാർത്ഥനകളിൽ നമ്മൾ എത്രയോ സംഘടിതമായി കൂട്ടായ്മ പ്രാർത്ഥന നടത്തുന്നു. അവിടെ നമ്മളൊരു ഗ്രീറ്റിംഗ് നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വൈദികരെ സിസ്റ്റേഴ്സിനെ കാണുമ്പോഴൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം വീടുകളിൽ. പക്ഷെ നമ്മൾ കൂട്ടുകാർ പരസ്പരം കാണുമ്പോഴോ സൺഡേ സ്കൂളിലായിരിക്കുമ്പോഴോ ഒന്നും നമ്മൾ ഇങ്ങനെ ഒരു പരിശീലനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ല. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ പല മേഖലയിൽ ഇപ്പം നോമ്പ് എന്ന് പറയുന്നത് അല്ലേ, കത്തോലിക്ക സഭയുടെ നമ്മുടെ സംവിധാനങ്ങളുടെ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. ഇപ്പൊ നോമ്പെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് നോമ്പോ എന്ന് ചോദിക്കുന്ന ഒരു കാലത്ത് ക്രിസ്ത്യാനി നോമ്പ്, കാരണം അങ്ങനെ ഒരു ബ്രാൻഡിങ് അല്ലല്ലോ ഇന്നത്തെ കാലത്ത്. നോമ്പ് എന്ന് പറയുന്നതും ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ കടന്നു പോവുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ റോണി? തീർച്ചയായിട്ടും. നമുക്കത് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾക്ക് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വന്നിരുന്ന പല വാക്കുകളും, ഉപയോഗിച്ചു വന്നിരുന്ന വാക്കുകളും ആചാരങ്ങളും ഒക്കെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഒന്ന് നമ്മുടേതായ നേതൃത്വങ്ങളിൽ വന്ന വീഴ്ചയുണ്ട്. രണ്ടാമത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ചില ഇൻഫ്ലുവൻസുകളുണ്ട്. അത് അറിയാതെ നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. അതായത് ഇപ്പൊ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മളൊരു പൊതുവേദിയിൽ പറയുന്നത് എന്തോ വലിയൊരു അപരാധം എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുക. അതേസമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് സാധാരണമായ ഒരു അഭിസംബോധന രീതി എന്നുള്ള രീതിയിലേക്ക് അത് വന്നു കഴിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകുന്നു എന്ന്. അപ്പൊ ഈശോ മിശിഹായ്ക്ക്, ഞാൻ എൻ്റെ സഹോദരനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ആ സഹോദരൻ എവിടെയായിരുന്നാലും എനിക്ക് ജാള്യതയില്ലാതെ, എനിക്ക് സമൂഹത്തിൽ തലകുനിക്കാതെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിന് ഘട്ടം ഘട്ടമായിട്ട് അറിഞ്ഞോ അറിയാതെയോ സഭയിൽ നിന്ന് അത് കുറഞ്ഞുപോയി.
ഇപ്പൊ സൺഡേ സ്കൂളുകളിൽ പോലും അല്ലെങ്കിൽ വൈദികരെ കണ്ടാൽ പോലും വികാരി അച്ഛന്മാരെ കണ്ടാൽ പോലും അഭിസംബോധന ചെയ്യുന്ന ഒരു സിസ്റ്റം മാറി. മറ്റത് അച്ഛന്മാരുടെ അടുക്കലേക്ക് അച്ഛാ ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കൊടുത്തു, അച്ഛൻ തിരിച്ച് അതിന് മറുപടി തന്നു. സിസ്റ്റേഴ്സിനെ കണ്ടു, അത് വന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നോമ്പ് ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം വിഭാഗത്തിന്റെ നോമ്പ് മാത്രമായി. നമുക്ക് നോമ്പ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനെ വളരെ അങ്ങോട്ട് നിസ്സാരവൽക്കരിച്ച് ക്രിസ്ത്യൻ നോയമ്പുകളുടെ പ്രാധാന്യം ഇല്ലാതാക്കി കളഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അതേപോലെ തന്നെയാണ് പള്ളി എന്നുള്ളൊരു വാക്ക്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നുള്ളൊരു മഹത്തായ വിപ്ലവം നടന്നത് ക്രൈസ്തവ സമുദായത്തിലൂടെ തന്നെ, ചാവറയച്ചനിലൂടെ, കത്തോലിക്ക സഭയിലൂടെ. ക്രൈസ്തവരാണ് അതിന് ഏറ്റവും കൂടുതലല്ല, ക്രൈസ്തവരാണ് അതിന് ആ ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചത്. പക്ഷെ ഒരു 100 വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 100 വർഷങ്ങൾക്ക് ശേഷം ക്രൈസ്തവരുടെ കേരളത്തിലെ സാഹചര്യം എന്താ? വളരെ തുച്ഛമായിരിക്കും, വളരെ എണ്ണം കുറവായിരിക്കും. പണ്ട് നമ്മൾ മോസ്കുകൾ എന്നാണ് പറഞ്ഞത്, മുസ്ലിം പള്ളികൾക്ക് മോസ്കുകളിൽ നിന്ന്. ഇപ്പൊ ഞാൻ പോലും അറിയാതെ മുസ്ലിം പള്ളി എന്ന് പറയുക, കാരണം അത് നമ്മുടെ പൊതുബോധത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ മുസ്ലിം മോസ്കുകളെ നമ്മൾ വർഷങ്ങൾക്ക് മോസ്കുകൾ എന്ന് പറയുന്നു. നമ്മളെപ്പോഴും പള്ളിയിൽ പോകുന്നു, പള്ളി പെരുന്നാൾ കൂടുന്നു, എന്തിനും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചർച്ചുകളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളെയാണ് നമ്മൾ അഭിസംബോധന ചെയ്തത്. ശരി. അപ്പോൾ 100 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ രേഖകളും ചരിത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തുമോ? പണ്ട് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നുള്ള ഒരു മഹത്തായ ആശയം കൊണ്ടുവന്നത് മറ്റൊരു സമുദായമായി പോകുന്ന സാഹചര്യം മാറ്റി എഴുതപ്പെടാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ക്രിസ്ത്യൻ സമൂഹം ഇല്ലായ്മ വന്നുകൊണ്ടിരിക്കുകയാണ്, സ്വയം ഇല്ലായ്മ. അത് വേറെ ആരും ഇല്ലായ്മ ചെയ്യുന്നതല്ല കേട്ടോ, തീർച്ചയായും. അത് നമ്മുടേതായ പിടിപ്പുകൾ കൊണ്ടും ജനസംഖ്യാനുപാതികമായ കുറവുകൾ നമ്മളുടെ ജനപ്പെരുപ്പത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു 100 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഇല്ലാണ്ട് വരും. അപ്പോൾ പള്ളിക്കൊപ്പം പള്ളിക്കൂടം ആര് കൊണ്ടുപോകുന്നു? വളരെ സുന്ദരമായ ഒരു ചിന്ത അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇപ്പൊ പള്ളി എന്നൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ പോലും ഇപ്പൊ ഏത് പള്ളിയാണെന്ന് ചോദിക്കുന്ന സാഹചര്യം അദ്ദേഹം പറയുന്നത് പോലെ ഏത് പള്ളിയാണ്, ക്രിസ്ത്യൻ പള്ളിയാണോ മുസ്ലിം പള്ളിയാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് നാട്ടുവിശേഷം പോലുള്ള പേജുകളിലാണെങ്കിൽ അത് പള്ളി തന്നെ ആയിരിക്കും. പക്ഷേ അതൊരു പബ്ലിക് സ്പേസിൽ ഒരു പൊതുവിശേഷം പേജിലോ അല്ലെങ്കിൽ 1-ാം പേജിലോ അല്ലെങ്കിൽ ജനറൽ പേജുകളിലേക്ക് വരുമ്പോൾ ചില മാധ്യമങ്ങൾ അത് ഒരു തുടക്കമായി ഞാൻ നിരീക്ഷിക്കുന്നു. അവിടെ സെന്റ് ജോസഫ് ചർച്ച് എന്ന വാക്ക്, ചർച്ച് എന്നൊരു ഇംഗ്ലീഷ് വാക്ക് സാധാരണ മലയാളം പത്രങ്ങളും എല്ലാം മലയാളീകരിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ ബോധപൂർവം ഇവിടെ ഒരു മലയാളീകരണം ഇല്ല. ഇവിടെ ചർച്ച് എന്ന് എന്ന് എഴുതി കൃത്യമായി അതൊരു സൂചനയായി മാറി. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂഞ്ഞാർ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് അങ്ങനെ വന്നു. മുഖ്യമന്ത്രി ചർച്ച് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. മുസ്ലിം സംഘടനകൾ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലും പൂഞ്ഞാർ ചർച്ച് എന്നാണ്. നമ്മള് പൂഞ്ഞാർ ചർച്ച്, അത് പൂഞ്ഞാർ പള്ളിയാണ്, പക്ഷെ അവിടെ പൂഞ്ഞാർ ചർച്ചിൽ നടന്ന സംഭവം എന്ന രീതിയിൽ വ്യാഖ്യാനം ഇതൊരു നിഷ്കളങ്കമാണെന്ന് തോന്നുന്നുണ്ടോ സബിൻ? വീണ്ടും ഞാൻ പറയുന്നു, ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്ന ഒരു ചർച്ചയായിട്ട് ഇത് മാറുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനതിനെക്കുറിച്ച് പലപ്പോഴും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഏതൊരു സംവിധാനവും മുന്നോട്ട് പോകുന്നതും വളർച്ച പ്രാപിക്കുന്നതും അതിൻ്റെ ബൗദ്ധികതയിൽ നിന്നാണ്. അപ്പോൾ ബൗദ്ധിക മണ്ഡലം എന്ന് പറയുന്നത് അത് നിരന്തരമായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ മാത്രമൊന്നുമല്ല, അതൊരു തരം ഇൻഡയറക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കൾച്ചറിലേക്ക് ഇത് കടന്നു വരാം, ലിറ്ററേച്ചറിലേക്ക് കടന്നു വരാം, പൊളിറ്റിക്സിലേക്ക് കടന്നു വരാം, വിശ്വാസത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വരാം. അത് പതിയെ വളർച്ച പ്രാപിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇൻ്റലക്ച്വൽ ഫ്രെയിം വർക്ക് രൂപീകരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഇൻ്റലക്ച്വൽ ഫ്രെയിം വർക്കിന് പിന്നിൽ ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവുകയും ചെയ്യും. കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ സഭയുടെ ഐഡന്റിറ്റി ഇത്രമാത്രം വളർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ ഫ്രെയിം വർക്കായിരുന്നു. നമ്മുടെ ദൈവശാസ്ത്രത്തിന് അടിയുറച്ച ബൗദ്ധിക നിലവാരമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആരെയും തെറി പറയേണ്ട ആവശ്യം വരുന്നില്ല വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ. പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ഈ ബൗദ്ധിക നിലവാരത്തിന് മങ്ങലേൽക്കുന്നു. ബൗദ്ധിക നിലവാരത്തിന് മങ്ങലേൽക്കുന്നതിൻ്റെ ഫലമായി ജാഗ്രതയോടെ നിലനിൽക്കേണ്ട കുറേ മേഖലകളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയാണ്. അതിലൊരു കാര്യം, ഉദാഹരണത്തിന് വിനോദ് ചേട്ടൻ നേരത്തെ സൂചിച്ച പോലെ നോമ്പ്. വർഷത്തിൽ 230ഓളം ദിവസങ്ങളിൽ
നോമ്പെടുത്തിരുന്നവരാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ. പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നോമ്പ് ഒരേ സമയം അതെന്താണ്, ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ക്രൈസ്തവ സംസ്കാരത്തിന്റെയും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അപ്പോ നോമ്പ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിക്കൽ സിമ്പലായിട്ട് നിലകൊള്ളുന്നു. ക്രിസ്ത്യാനികൾ വളരെ കർക്കശത്തോട് കൂടെ നോക്കിയിരുന്ന നോമ്പ് എന്ന് പറയുന്നത് 50 നോമ്പ്. അത് വലിയ നോമ്പാ. വലിയ നോമ്പെന്ന് പറയുന്നില്ല ആരും, അല്ലേ? വലിയ നോമ്പ്. 25 നോമ്പ് അത് ചെറിയ നോമ്പാ. അതായത് വലിയ നോമ്പെന്ന് എന്തുകൊണ്ടാണ് ഇതിനെ പറയുന്നത്? ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ഈസ്റ്ററാ, കർത്താവിന്റെ ഉയർപ്പാ. അപ്പൊ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ആ ഉയർപ്പിനോട്, കർത്താവിന്റെ ഉയർപ്പിനോട് ചേർന്ന് നമ്മൾ നടത്തുന്ന ഒരുക്കം വലിയ നോമ്പും നമ്മുടെ ചെറിയ പെരുന്നാളാണ് ഇത്. നമ്മളുടെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ചെറിയ പെരുന്നാളാണ് ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസിന് ഒരുക്കമായിട്ട് നമ്മൾ 25 നോമ്പ് നോക്കുന്നു. അപ്പൊ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ ഇന്ന് ആ ഒരു ജനറൽ ടെർമിനോളജി നമ്മുടെ ഇടയിൽ നിന്ന് പോയി. നമ്മൾ 50 നോമ്പും 25 നോമ്പും. ഇല്ലേ, വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും പുതിയ അവകാശികൾ വന്നു. അപ്പൊ ഇനി മറ്റൊരു കാര്യം, നമ്മളുടെ 15 നോമ്പ്, മാതാവിന്റെ ജനന തിരുനാളിനനുബന്ധിച്ചുള്ള 8 നോമ്പ്, 3 നോമ്പ്. ഇതില് ഇന്ന് ക്രൈസ്തവർ ഒരു നേരം വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസം വർജിക്കുക എന്നുള്ളത് നമ്മളുടെ ക്യാനൻ നിയമത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ പറയേണ്ട, കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ, അതായത് ഞായറാഴ്ച കടമുള്ള ദിവസം പോലെ, ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെക്കമെൻഡേഷൻ അല്ല, ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ. നമ്മുടെ എത്ര വീടുകളിൽ വെള്ളിയാഴ്ച മാംസവർജനം നടക്കുന്നുണ്ട്? ഞാൻ കാണുന്ന എൻ്റെ പള്ളിയിലും ഒക്കെ ഞാൻ എൻ്റെ ഇടവക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര്, നമ്മുടെ നോമ്പുകാലം വരികയാണ്, എത്ര പേര് നോമ്പ് നോക്കും? ആദ്യമൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. പക്ഷേ 25 നോമ്പ് കഴിഞ്ഞ് 50 നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ബഹുഭൂരിപക്ഷം ആളുകൾ നോമ്പ് നോക്കുന്നു. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കുഞ്ഞു കുട്ടികൾ അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് കീർത്തനങ്ങൾ ആലപിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടിയിട്ട് കീർത്തനങ്ങൾ ആലപിക്കുന്ന തരത്തിൽ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഐഡന്റിറ്റി. ഇപ്പൊ ഒരു അപകടം എന്താ, ഈ 50 ദിവസം നോമ്പ് നോക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമല്ലേ? തീർച്ചയായും. നമ്മുടെയൊക്കെ നല്ല മുഴുകുടിയനായിട്ടുള്ള ചേട്ടനെ എടുത്തേ, ചേട്ടൻ 50 ദിവസം ഈ സാധനം വേണ്ടാന്ന് വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുടിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ. പക്ഷെ ഈ 50 ദിവസം ഈ മുഴു മദ്യപാനിയായിട്ടുള്ള ഈ വ്യക്തി ഇത് കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണോ? ഇനി ഈ മാംസത്തോട് അത്രമേൽ താല്പര്യമുള്ള ഒരു വ്യക്തി ഈ 50 ദിവസം ഇത് കഴിക്കാതിരിക്കുന്നു. ശരി. പക്ഷെ നമ്മളുടെ ഈ നോമ്പിന്റെ ഈ നവ്യത, അതിൻ്റെ ആ ഒരു തീവ്രത, അത് ഇന്ന് എന്തുകൊണ്ട് നമ്മൾ തന്നെയും ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു പോയി. അതേസമയം മറ്റു ചില നോമ്പുകൾ, മറ്റു മതസ്ഥർ നോമ്പ് ആചരിക്കുമ്പോൾ അത് വാർത്തകളാകുന്നു. നീതി പുലർത്തുന്നു അതല്ലെങ്കിൽ അതിൽ കുറച്ച് മാധ്യമങ്ങൾക്ക് പങ്ക്. നോമ്പാചരണം അതില് മാധ്യമങ്ങൾ ഫ്രണ്ട് പേജുകളില് ചില നോമ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ നോമ്പുകൾക്കൊന്നും യാതൊരു പ്രാധാന്യം ഇല്ലാത്ത വാർത്തകൾ വരികയും ചെയ്യുന്ന മാധ്യമ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ മറ്റാരെയും പഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മളെ പഴിക്കണം. നമ്മളിൽ എത്ര ആളുകൾ ഈ നോമ്പ്. നമുക്ക് തിരിച്ചു വരാം. ഇത് ഒരു വിഷയമാണ്. പെരുന്നാളുകളെ കുറിച്ച് അങ്ങ് പറഞ്ഞു, പള്ളികളെ കുറിച്ച് പറഞ്ഞു, നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കലാരൂപങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ കലാരൂപങ്ങളൊക്കെ നമ്മുടെ എത്ര സ്കൂളുകളിൽ അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഉദാഹരണം, നമ്മളിപ്പോ ഒരു സംസ്ഥാന യുവജന സ്കൂൾ കലോത്സവം, ഇപ്പം നമ്മുടെ പാലക്കാട് കാണിക്കമാത സ്കൂളില് അവരുടെ ഈ കാത്തലിക് ആയിട്ടുള്ള ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു കലാരൂപമാണ് ഡാൻസ്, നൃത്താവിഷ്കാരം നടത്തിയത്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈശോയുടെയും മാതാവിന്റെയും ഒക്കെ, മാതാവ് തന്നെയായിരുന്നു, മാതാവിന്റെ ഒരു സ്റ്റോറിയാണ് അവരുടേത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അതെല്ലാം ഡൈല്യൂട്ട് ചെയ്ത് ഏതെങ്കിലും ഡാൻസ് മാസ്റ്റർ പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിത്തോളജിയെ, ഏതെങ്കിലുമൊക്കെ മിത്തോളജികളുടെ കഥകൾ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഭക്ഷണത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ തന്നെ നമുക്കൊരു സുറിയാനി നസ്രാണി വിഭവങ്ങൾ എന്ന് പറഞ്ഞ ഒരു പാചക പുസ്തകം തന്നെ ഞാൻ ഒരിക്കലും വായിച്ചത് ഓർക്കുന്നുണ്ട്. അങ്ങനെ അത്രമാത്രം ഒരു ഐഡന്റിറ്റി, ട്രഡീഷൻ ഇൻ ഫുഡ്
ഭക്ഷണത്തിൽ പോലും അത്രയും പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന പാലപ്പവും അല്ലെങ്കിൽ നമ്മുടെ കറികളും ഇതൊക്കെ ലോകം മുഴുവൻ അംഗീകരിക്കുകയും അതിനകത്തൊക്കെ. പക്ഷെ ഇതെല്ലാം ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റില്ലേ നമ്മുടെ ഒരു ഫുഡ് റിച്ച് ട്രഡീഷൻസ് ഒക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കാലങ്ങളായി കൊണ്ടുവന്നിരുന്ന ചില കാര്യങ്ങൾ അതിനൊരു പക്ഷേ ചില ആളുകളുടെ അധിനിവേശം ഉണ്ടാകാം. ഭക്ഷണം പോലുള്ള കാര്യങ്ങളിലൊക്കെ ചില പ്രത്യേകതര അധിനിവേശങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഭക്ഷണങ്ങളുടെ ക്രമീകരണത്തിലും വിതരണത്തിലും അതിന്റെ ബ്രാൻഡിങ്ങിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം ചില ട്രഡീഷൻസ് നമുക്ക് കാലങ്ങളായി നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ? ഇതിനെക്കുറിച്ച് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, കൾച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ദൈനംദിന ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ക്രിസ്ത്യാനിയുടെ കൾച്ചർ, ഒരു ക്രിസ്ത്യാനിയെ പുറത്ത് ഇങ്ങനെ കുറെ ആളുകൾ നിൽക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര ശരിയാവും. പക്ഷേ മറ്റുള്ളവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോ ഞാനിത് പറയുമ്പോൾ ബാക്കിയെല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് വ്യാഖ്യാനിക്കുകയും എന്റെ കാര്യം വരുമ്പോൾ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലേ എന്ന ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ BJP RSS ബീഫ് നിരോധനം കൊണ്ടുവന്നു. ബീഫ് നിരോധനം കൊണ്ടുവന്ന സമയത്ത് ഇവിടെ അത് വലിയ ചർച്ചയായി. ഇവിടെ ബീഫ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നു, പല പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതേ ഒരു വിഷയം നമ്മൾ നേരിടുന്ന ഒരു അനീതി എന്ന് പറയുന്നത്, ഒരു വിഭാഗം നമ്മളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നുണ്ട് എങ്കിൽ വേറെ ഒരു മതവിഭാഗത്തെയും നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റാൻ പാടില്ല. നാട്ടിൽ എത്ര ഹോട്ടലുകളിൽ ചെന്നാൽ പന്നി കിട്ടും. എനിക്ക് പന്നി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പന്നി കിട്ടുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹലാൽ ഭക്ഷണം എന്ന് പറയുന്ന സാധനം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹലാൽ ഭക്ഷണം? അതിൻ്റെ അകത്ത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, വിഷയങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് ഞാനത് വന്നതിന്റെ കാരണം എത്രയേ ഉള്ളൂ. എവിടെയൊക്കെയോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അതല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളോ ഒക്കെ ഒരു വശം മാത്രം ഹൈലൈറ്റ് ചെയ്ത് നമ്മളുടെ ഒരു ക്രൈസ്തവ സംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ തന്നെ പ്രേരിപ്പിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യം പോകുന്നു. നല്ല അച്ചായത്തി മീൻകറി അല്ലെ, കപ്പയും മീൻകറിയും, അല്ലെങ്കിൽ പിടിയും കോഴിയും, ഇതൊക്കെ ഇന്ന് എവിടെ പോയി? എവിടെ കിട്ടും? ഏതെങ്കിലും ഒരു ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പിടിയും കോഴിയും കിട്ടുന്ന സാഹചര്യം ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് അൽഫാമും കുഴിമന്തിയും സുലഭമായിട്ട് കിട്ടും. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. അപ്പൊ ഭക്ഷണത്തിന്റെ സംസ്കാരത്തിലേക്ക് പോലും ഒരു അധിനിവേശമുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ തന്നെ ആളുകൾ തന്നെ ആ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അതാണ്. മറ്റൊന്ന്, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പവർ ഞാൻ ആലോചിക്കുകയായിരുന്നു. പണ്ട് ഇപ്പൊ തന്നെ അങ്ങ് ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. പള്ളിയിൽ പോയി പറയുന്ന രാഷ്ട്രീയ നേതാവ്, യുവ രാഷ്ട്രീയ നേതാവ് പറയാണ്. അത് ഒരു മാധ്യമപ്രവർത്തകൻ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ ചോദ്യം ചെയ്യുന്നത് ഏത് പള്ളിയാണ് എന്ന് മനസ്സിലാക്കിയതാണോ എന്ന് എനിക്ക് അറിയില്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ചോദ്യം അങ്ങനെ നമ്മൾ പറയുമായിരുന്നു, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ കാണേണ്ടത് എന്തായിരിക്കും? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയാൽ അതിന് തീർപ്പുണ്ടാകുമെന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇതെല്ലാം പറയപ്പെടുന്ന ഒരു വേദി പള്ളിയിൽ ഉണ്ടായിരുന്നെന്ന് പറയാം. നമ്മുടെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ പള്ളിയിലെ സിസ്റ്റത്തിൽ ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരം ഉണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് അതിനെ വായിക്കാവുന്നത്. പക്ഷെ അതൊരു വശം. രണ്ട്, പള്ളിമുറ്റങ്ങളെ കുറിച്ചുകൂടി ഞാൻ ചിന്തിക്കുകയായിരുന്നു. പള്ളിമുറ്റങ്ങൾ ആർക്കുള്ളതായിരുന്നു? നമ്മുടെ പള്ളിമുറ്റങ്ങളൊക്കെ ഇന്ന് എനിക്കറിയില്ല, വലിയ പ്രസ്ഥാനങ്ങളാവുകയും വലിയ മതിലുകളും വലിയ കുറെ കൂടിയൊക്കെ ഈ ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഒത്തിരി അകലുന്നുണ്ടെന്ന് വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് വ്യക്തിപരമായിട്ട് എടുത്താൽ മതി. പക്ഷെ പള്ളിമുറ്റങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. പള്ളിമുറ്റങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്. അവിടുത്തെ മാവും അവിടുത്തെ മരങ്ങളും ഒക്കെ ആ കുട്ടികൾക്ക് കൂടി ഉള്ള കളിക്കളം എന്ന് പറയുന്നത് അത് പാരീഷാളോ അല്ലെങ്കിൽ പാരീഷാളിന്റെ പാർക്കിംഗ് സ്പേസ് ആയിരുന്നില്ല. അത് അവിടെയുള്ള ആളുകൾക്ക് മാവെറിയാനും അല്ലെങ്കിൽ പന്തെറിയാനും ഒക്കെയുള്ള ഇടങ്ങളായിരുന്നു. അപ്പം ശരിക്കും നമ്മുടെ പള്ളിമുറ്റങ്ങൾ പോലും പള്ളിമുറ്റങ്ങൾ നഷ്ടപ്പെടുന്നത് നമ്മളാരും കാരണക്കാരല്ല. പക്ഷെ നമ്മളുടെ ചില അപ്രോച്ചുകൾ, ചിലപ്പോൾ അവിടെ ഒരു കെട്ടിടം പണിയാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ നമ്മൾ ഇട്ടൊരു ചില കത്തണകൾ നമ്മൾ ദൈവജനത്തിനിടയിൽ നമ്മുടെ അധികാര സംവിധാനങ്ങൾ ഉണ്ടാക്കിയതാകാം. അപ്പൊ തീർച്ചയായും ഇങ്ങനെ ചില സ്പേസുകൾ കൂടി ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ കലയിലോ മാത്രമല്ല
നമ്മുടെ വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിച്ചിരുന്ന ചില ഇടങ്ങൾ കൂടി നമുക്ക് നഷ്ടമാകുന്നില്ല റോണി? തീർച്ചയായിട്ടും പള്ളിമുറ്റങ്ങള് ഇപ്പോഴത്തെ യുവജനങ്ങൾക്കോ അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അന്തരീക്ഷം, മൊത്തത്തിലുള്ള അന്തരീക്ഷം മാറിയിട്ടുണ്ട്. പണ്ടത്തെ രീതികളിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പണ്ട് എന്ന് പറഞ്ഞാല് ആ ഒരു പള്ളിയോടനുബന്ധിച്ച് ഒരു സമൂഹം ജീവിച്ചിരുന്നു. അവിടെ ആ സമൂഹത്തിനിടയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അവിടെ അത് തീർപ്പ് കൽപ്പിക്കുന്നത് പള്ളിയിൽ അച്ഛനായിരുന്നു. ഈ പള്ളി യോഗങ്ങൾ നമ്മളുടെ സഭയുടെ ചരിത്രത്തിൽ പള്ളി യോഗങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അതായത് ഇന്ന് നമ്മൾ പറയുന്ന നമ്മുടെ പൊതുയോഗം എന്ന് പറയുന്ന സംഭവമാണ്. ഇന്നിപ്പോ അത് പരിഷ്കരിച്ച് പാരിഷ് കൗൺസിലൊക്കെ, പക്ഷേ പാരിഷ് കൗൺസിൽ അല്ലെങ്കിൽ ശരിക്കും പൊതുയോഗങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളി യോഗങ്ങൾ. അവിടെ വികാരിയച്ഛൻ, അതുപോലെ ഓരോ കുടുംബത്തിലെ മുതിർന്ന വ്യക്തി, അവര് വന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും. അവിടെ തർക്ക വിഷയങ്ങളുണ്ടാ എങ്കിൽ അതുപോലും പരിഹരിക്കപ്പെട്ടിരുന്നത് ഈ പള്ളി യോഗങ്ങളിലാണ്. അപ്പോ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അദ്ദേഹമാണ് ഒരു പ്രസ് മീറ്റിംഗിൽ ഇങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ചെറിയ രീതിയിൽ വിവാദമാക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ടേം എങ്ങനെ ഉണ്ടായി? അത് ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു വലിയ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ ഒരു അടയാളം കൂടിയായിരുന്നു അത്. തീർച്ചയായും പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് ഇന്നും അതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അച്ഛൻ തന്നെ പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കേണ്ടത് അവസാനം അച്ഛനായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അന്ന് അതിലും പവർഫുൾ ആണ്. കാരണം രാഷ്ട്രീയക്കാരന്റെ മുകളിലായിരുന്നു അച്ഛൻ. അച്ഛനാണ് മാറ്റമില്ല. പിന്നെ പാലം പണിതതും പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നതും പ്രൈമറി ഹെൽത്ത് സെന്റർ കൊണ്ടുവന്നതും വഴി ഉണ്ടാക്കിയതും ഇങ്ങനെയെല്ലാം അച്ഛന്റെ നേതൃത്വത്തിൽ പള്ളി യോഗങ്ങളിലെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിഷയം ഉണ്ടാകുന്നു, ആ വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അവർക്കിടയിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ലേ, നീ പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന ടേം ഉദിച്ചു വന്നു. പള്ളിയിൽ ചെന്നാൽ അവിടെ തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ടെർമിനോളജി വളരെ നമ്മളുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച ഒരു കാര്യമാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് പലരോടും നമ്മൾ പള്ളി എന്ന പദത്തിന് പകരം ദേവാലയം എന്ന് ഉപയോഗിച്ചാൽ പോരെ, നേരാ, ഒരു കുഴപ്പമില്ല ഉപയോഗിക്കുന്നതിൽ. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ എന്ന വ്യക്തിയുടെ പേര്, എൻ്റെ പേര് സബിൻ, എൻ്റെ സത്ത എന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യനാണെന്നുള്ളത് എൻ്റെ പേര്. അപ്പൊ പള്ളി എന്ന് പറയുന്നത് എന്റെ പേരാണ്, ദേവാലയം എന്ന് പറയുന്നത് എന്റെ സത്തയാണ്. കറക്റ്റ് ആണോ? നമ്മൾ മനസ്സിലാക്കുന്നില്ലേ ഈ കാര്യം? പള്ളി എന്നത് ഇതിന്റെ പേരും ഇതിന്റെ സത്തയാണ്, ദൈവത്തിന്റെ ആലയമാണത്. പക്ഷെ അതിന്റെ പേരെന്താ? പള്ളിയാണ്. ആ പള്ളിയുടെ ഇംഗ്ലീഷ് പദമാണ് എന്ത്? ചർച്ച് എന്നുള്ളത്. നമുക്ക് പറ്റുന്ന ഒരു അപകടം, നമ്മൾ എന്തോ പരിഷ്കരിച്ച് സെന്റ് തോമസ് ചർച്ച് എന്ന് പോലും മലയാളത്തിൽ എഴുതി വെക്കാൻ തുടങ്ങി. മാധ്യമങ്ങളെ കുറ്റം നമ്മളെയാണ് കുറ്റം. പള്ളി നോട്ടീസുകളിൽ തന്നെ പെരുന്നാൾ എന്നുള്ളത് മാതാവിന് ദേവാലയത്തിൽ തിരുനാൾ, സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാളെന്നായി. അവിടുത്തെ രണ്ട് പേരും നഷ്ടമായി. ഒന്ന് പെരുന്നാൾ എന്നുള്ള പേര് നഷ്ടമായി, രണ്ട് പള്ളി എന്നുള്ള പേര്. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച് എവിടെയോ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട ഒരു കാര്യമാണ്, നമ്മളുടെ അരുവിത്ര പള്ളി പെരുന്നാളിന് അരുവിത്ര ദേവാലയത്തിൽ അത് പിന്നീട് തിരുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ കാണുന്ന ഒരു ചോദ്യം. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ചില പദപ്രയോഗങ്ങൾ നമ്മൾ കാലങ്ങളോളം പറഞ്ഞുകൊണ്ടേയിരിക്കുക, പറഞ്ഞ് പൊതുസമൂഹത്തിന് അതിനൊരു ബോധ്യം കൊടുക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിലൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ് പൊതുസമൂഹത്തിന് ബോധ്യം കൊടുക്കലല്ല, പറഞ്ഞ് ഇതായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. മുമ്പ് അതൊരു ഗതികേടല്ല. കാരണം നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഭൗതിക കേന്ദ്രങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക കേന്ദ്രങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഭൗതിക കേന്ദ്രങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൊതുവായി കണ്ടുകൊണ്ട് എല്ലാവരിലെ ഉന്നമനത്തിനും സാംസ്കാരികമായ ഉന്നമതിക്കും വേണ്ടിയിട്ടുണ്ടായിരുന്ന ഭൗതിക കേന്ദ്രങ്ങൾ. പക്ഷെ മറ്റ് ചില വിഭാഗങ്ങളുടെ ഭൗതിക കേന്ദ്രങ്ങൾ അവർക്ക് വേണ്ടി മാത്രം കൃത്യമായി അജണ്ടകൾ തീരുമാനിച്ച് അതിനനുസരിച്ച് പ്രൊപ്പഗാണ്ടകളിലൂടെ പൊക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചില വാക്കുകളുടെ മാറ്റങ്ങളും കൈമോശം വന്നു. ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത്, അതായത് സഭാപിതാക്കന്മാർ എപ്പോഴും റിട്ടേൺ ടു യുവർ സോഴ്സസ്, ഉറവിടങ്ങളിലേക്ക് മടങ്ങുക.
അപ്പം നമ്മൾ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് കേവലം ആരാധനക്രമത്തിന്റെ ഉറവിടങ്ങളിലേക്ക് മാത്രമുള്ള മടക്കം ആവരുത്. മറിച്ച് സമഗ്രതയിൽ നമ്മുടെ ഉറവിടങ്ങളിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയണം. അതിന് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രസക്തിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എവിടെയാണോ ഒരു സമൂഹം ന്യൂനപക്ഷമായിട്ട് തീരുന്നത്, ആ സമൂഹം അതിനാൽ തന്നെ പിൻവലിയും. തീർച്ചയായും അതെല്ലാ മേഖലയിലും നമ്മളത് കാണുന്നുണ്ട്. എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരു മതപരമായിട്ടുള്ള ഒരു ഇഷ്യൂ, ഒരു ചർച്ച വരുമ്പോഴേക്കും ഞാൻ പലപ്പോഴും എനിക്ക് പരിചയമുള്ള എൻ്റെ നാട്ടിലുള്ള ആളുകൾ പറയാറുണ്ട്, പണ്ട് ഈ ലവ് ജിഹാദ് വിഷയമൊക്കെ വിവാദമാകുന്ന ആദ്യകാലത്ത് ഈ വിഷയങ്ങളാവുമ്പോൾ ഇവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ തുറിച്ചുനോട്ടങ്ങളെക്കുറിച്ച്, അത് ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ പേരിലാണ് ഈ തുറിച്ചുനോട്ടം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണത്തിൽ കുറയുന്നു, ന്യൂനപക്ഷമാകുന്നു, നമ്മളുടെ ആശയങ്ങൾ പിന്നോട്ട് വലിയും, വ്യക്തികൾ പിന്നോട്ട് വലിയും, സംവിധാനങ്ങൾ പിന്നോട്ട് വലിയും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു എന്ന് കണ്ട് നമ്മളുടെ അടിസ്ഥാനങ്ങളെല്ലാം തിരികെ കൊണ്ടുവരേണ്ട ഒരു സമയം. അത് നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടത്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ, ഞാൻ അതായത് ഇത്തവണത്തെ ക്രിസ്മസിന് ഇപ്പൊ ഞാൻ 2-3 വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ക്രിസ്മസിന് ഞാൻ ആശംസകൾ അയച്ചത് ലോകരക്ഷകനായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ജന്മ തിരുനാൾ ആശംസ എല്ലാവർക്കും റോണിയൊക്കെ എൻ്റെ പേരോട് കൂടിയിട്ട് അയച്ചു കഴിഞ്ഞപ്പം ചിലര് ആ വാക്കുകളിലെ മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ 1-2 വട്ടം നല്ല ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് കൊടുത്താലാണ് അത് അവരിലും പതിയുള്ളൂ. ആ ഒരു ട്രെൻഡ് നമ്മൾ മറ്റുള്ളവരെ സഭാ നേതൃത്വത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം, നമ്മളിൽ അടക്കം മാറ്റം വരണം. നമ്മളുടെ സ്ഥാപനങ്ങളിൽ പോലും ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല? നമ്മൾ പറയുന്ന നോർത്തിൽ നമുക്ക് തിരുഹൃദയവും വെക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. ഇവിടെ ഇതെല്ലാം ഉണ്ട്, എന്നിട്ട് ഇത് ചെയ്യുന്നുണ്ടോ? നമ്മൾ മാറി നിൽക്കുകയാണ്. തീർച്ചയായും പള്ളിയും നോമ്പും പെരുന്നാളും ഒക്കെ സ്വന്തമായിരുന്ന, അല്ലെങ്കിൽ ആ പേരും ആ നാമവും ഒക്കെ സ്വന്തമായിരുന്ന ഒരു സമൂഹം ഇന്ന് വിലപിക്കുകയാണ്. ഈ പേര് എങ്ങനെയാണ് നഷ്ടമായത്? ഈ പേര് ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്കൊരു വിലക്ക് ഏർപ്പെടുന്ന ഒരു കാലം നമുക്ക് വരുമോ എന്ന് പോലും ആശങ്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ചോദ്യത്തിന്റെ എല്ലാം ഉത്തരം ഒന്നാണ്: ഉറവിടങ്ങളിലേക്ക് മടങ്ങുക. ഒരു കാലത്ത്, ഒരു കാലഘട്ടങ്ങളോളം, നൂറ്റാണ്ടുകളോളം നമ്മൾക്കുണ്ടായിരുന്ന പൈതൃകങ്ങൾ, ആ പൈതൃകങ്ങൾ സൂക്ഷിക്കാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ പൈതൃകത്തിന്റെ നല്ല ഓർമ്മകൾ നമ്മളെ ഹൃദയങ്ങളെ കീഴടക്കാത്തത് കൊണ്ടായിരിക്കാം ഇത്തരം വേദനകൾ ഇത്തരം വേദികളിൽ പങ്കുവെക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരാധനാക്രമങ്ങളിലെ മുന്നോട്ടുള്ള യാത്രയ്ക്കപ്പുറത്ത് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആ ഉറവിടങ്ങളിലേക്ക് പോകാനുള്ള വിളിയാകട്ടെ ദ ഫയർ റൂം. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.